ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ക്രോസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ അഴുക്ക വശം മുകളിലാക്കി തിരിച്ചിടാം. രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ ആ ഫോൾഡ് ഭാഗം ഓപ്പൺ ഭാഗത്തേക്ക് തിരിച്ച് വയ്ക്കുക. ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ വരെ വെച്ചാൽ മതി. തയ്യൽ തുമ്പിൻ്റെ അവിടെ വരെ ആക്കി വയ്ക്കുക. കണ്ടില്ലേ, വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ രണ്ടായിട്ട് ആദ്യം ബാക്ക് പാർട്ട് എടുത്ത് രണ്ടായിട്ട് മടക്കിയിടുക. അഴുക്ക് വശമാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ആ മുറിയാത്ത വശം മുറിഞ്ഞ ഭാഗത്തേക്ക് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ വരെ ആക്കി വയ്ക്കുക. എന്നിട്ട് ആ ഫോൾഡ് ഭാഗത്ത് ചെറിയതായിട്ടൊരു കട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡാട്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡാട്ട് എത്രയാണോ ആ ഡാട്ട് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ച് രണ്ട് വശത്തുമായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അവിടെ കൊടുക്കുന്നത്, അതായത് ഒരു 4 തൊട്ട് 4, 4.5, 5, 5.5 വരെയൊക്കെ നമുക്കവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും കൊടുക്കാം. അതേപോലെ തന്നെ മറു സൈഡിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ആ കട്ട് കൊടുത്ത ഭാഗത്ത് ഇതേപോലെ പിടിച്ച് രണ്ടായിട്ട് മടക്കിയിടാം. മടക്കിയിട്ടതിന് ശേഷം അവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. താഴെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് മേളിൽ 5 അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ക്രോസ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ തന്നെ രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ ചെയ്യാം. കണ്ടില്ലേ, ക്രോസ് ആയിട്ട് 5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് ആ ഭാഗത്തേക്കാണ് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ മറു സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു പടി വെച്ചിട്ട് ബാക്ക് ഭാഗത്ത് 2 ഇഞ്ചിൻ്റെ ഒരു പടിക്ക് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ, അതവിടെ വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് നല്ല വശം തിരിച്ചിട്ടതിന് ശേഷം ഈ ഡാട്ട് നമുക്ക് വെളിയിലേക്ക് വരുന്ന രീതിയിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ 2 ഇഞ്ചിൻ്റെ പടി എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ട് ഈ പടിയിൽ ജോയിൻറ്റ് വരുന്നത് കൊണ്ട് അത് രണ്ട് ഭാഗത്തും ജോയിൻറ്റ് വന്നിട്ടുണ്ട്. തുണി കുറവായിരുന്നു. അപ്പോഴത്തേന് അത് നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കണം. അതായത് ആ ജോയിൻറ്റ് വന്ന ഭാഗത്തുള്ള തയ്യൽ തുമ്പ് മുകളിലോട്ടായിട്ട് ഇരിക്കണം. ഇപ്പം നമ്മൾ മറിച്ച് വരുമ്പോൾ ഇതകത്ത് പോകും. അതിന് വേണ്ടി എന്നിട്ട് 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ തയ്ക്കുമ്പോഴത്തേനും നമ്മുടെ ആ നമ്മളെടുത്ത ഡാട്ടുണ്ടല്ലോ, ആ ഡാട്ടിൻ്റെ ഭാഗം വെളിയിലേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ. ബാക്ക് പാർട്ടിൻ്റെ ഡാട്ട് വെളിയിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കുന്നത്. അതിനുശേഷം നമുക്കത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ അതിൻ്റെ തയ്യൽ തുമ്പ് താഴോട്ട് വരത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ആ തയ്യൽ തുമ്പ് താഴോട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന്
പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ പടിയുടെ ഭാഗം രണ്ടായിട്ട് മടക്കി, ആദ്യം ഒന്നും നടുമടക്കി അതിനുശേഷം ഒന്നുകൂടെ മടക്കി ഉള്ളിലോട്ടാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ മധ്യത്തിലൂടെ ഒരു വലിയ കാണി ഇട്ടിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം നമ്മളിത് അഴിച്ചു കളയാനുള്ള തയ്യലാണ്. അതിനുശേഷം നമ്മളവിടെ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് മടക്കി അതിന് ശേഷം ഒന്നുകൂടെ മടക്കി, അതായത് തയ്യൽ തുമ്പെല്ലാം തയ്യലിൻ്റെ ആ ഭാഗമെല്ലാം അകത്തോട്ടാണ് വരേണ്ടത്. എന്നിട്ട് അതിൻ്റെ മധ്യത്തിലൂടെ കാണി ഇത്തിരി വലുതാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് നമുക്ക് അഴിച്ച് കളയാം. എന്നിട്ട് കൈകൊണ്ട് അവിടെ ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് തീർന്നു. ഇതിവിടെ ഇത്രയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് നോക്കേണ്ടത്. കണ്ടില്ലേ, അത് മൊത്തം തയ്ച്ചെടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ആ വിട്ട് കിടക്കുന്ന പോലെ കാണുന്നില്ലേ, അവിടെയാണ് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ട് എടുത്തതിന് ശേഷം അതിൽ കൊടുത്തിരിക്കുന്ന ആ ഡാർട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ആ വലിയ ഡാട്ടാണ്, ബ്രസ്റ്റ് പോയിൻ്റ് വരുന്ന ആ ഭാഗത്തിലെ ഡാട്ടാണ് വരുന്നത്. അത് നമുക്ക് ആദ്യം ഇതേപോലെ നമ്മൾ കട്ട് കൊടുത്തിട്ടുണ്ട്. ആ നടുക്കുള്ള ആ കട്ട് കൊടുത്തേക്കുന്ന ആ ഭാഗം, ആ വരച്ചേക്കുന്നല്ലോ, അവിടെ പിടിച്ചുകൊണ്ട് നടുമടക്കുമ്പോഴത്തേനും നമുക്ക് ആ വരച്ചിരിക്കുന്ന ഇത് കിട്ടും. ക്രോസ് ആയിട്ടുള്ള വരച്ചേക്കുന്നത് അവിടെ വെച്ച് നമുക്ക് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിപ്പിൾ പോയിൻ്റ് വരെയുള്ള സ്റ്റിച്ച്. വരച്ചേക്കുന്നതൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം ചെയ്യാനേ. അത് നമുക്ക് 2 സ്റ്റിച്ചാണ് ഫ്രണ്ട് പാർട്ടിൽ ചെയ്യുമ്പോൾ കൊടുക്കണം. 2 സ്റ്റിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ മറ്റേ പീസും എടുത്ത് അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ 2 സ്റ്റിച്ച് വീതം കൊടുക്കുക. ഇനി നമുക്ക് നമ്മളിപ്പോൾ കൊടുത്ത വലിയ ഡാട്ടുണ്ടല്ലോ, ആ ഡാട്ടിൻ്റെ ആ നൂല് പതിയെ ഇങ്ങനെ ഉയർത്തി പിടിക്കുമ്പോൾ നമുക്ക് ആ കൈക്കുഴിയുടെ അവിടത്തേക്കുള്ളൊരു ഡാട്ട് കിട്ടും. ആ ഡാട്ട് ഇതേ രീതിയിൽ പിടിച്ചെടുക്കാം. കണ്ടോ? അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ആ മെയിൻ ഡാട്ട്, ഇപ്പം നമ്മൾ നൂല് പിടിച്ചെടുത്ത ആ ഡാട്ടിൽ നിന്ന് ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ വരച്ചു കൊടുക്കണം. 2 ഇഞ്ച് അകലം കൊടുക്കാം. അതായത് ഡാട്ടുകൾ തമ്മിലുള്ള അകലമാണ് ആ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഉടുപ്പിൽ നിന്ന് അളവുടുപ്പിൽ നിന്നാവുമ്പം ഏതാണോ ആ രീതി വേണം ചെയ്യാൻ. ഇപ്പം നമുക്ക് അവിടെ ആദ്യം ഒന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. അവിടെ കറക്റ്റ് 2 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അളവുടുപ്പിൽ നിന്ന് വന്നിരിക്കുന്നത് ആ 2 ഇഞ്ച് വ്യത്യാസമാണ്. അപ്പം ഞാനവിടെ 2 ഇഞ്ച് കൊടുത്തു. ഇനി ഒരു 1/4 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് ആ കൈക്കുഴിയുടെ അവിടുത്തെ ഡാട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതും ഇതുപോലെ ക്രോസായിട്ട് നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വരച്ചു കൊടുക്കാം.
എന്നിട്ട് അവിടുന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ മറ്റേ പാർട്ടിലും അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് അവിടെ ഇതേപോലെ 2 ഇഞ്ചിൻ്റെ അളവ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ക്രോസായിട്ട് വരയ്ക്കാം. വരച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇതിലൊക്കെ ഓരോ സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മധ്യത്തിൽ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഫ്രണ്ടിൻ്റെ ആ ഓപ്പൺ ഭാഗം, ആ വശത്തൊരു ഡാട്ട് വരും. ഹൂക്ക് പടിയുടെയൊക്കെ ഭാഗത്തൊരു ഡാട്ട് വരും. അത് നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇത് 2ആയിട്ട് മടക്കിയെടുക്കുക. അഴുക്ക് വശം എടുത്തിട്ട് കണ്ടില്ലേ, തിരിച്ച് ഇതേപോലെ വെച്ചതിന് ശേഷം 2ആയിട്ട് മടക്കണം. നടു മടക്കുക. കറക്റ്റ് 2ആയിട്ട് മടക്കുക. അതാണ് കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഡാട്ടാണ്. കണ്ടില്ലേ അവിടെ. അതിങ്ങനെ 2ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഇതേപോലെ തന്നെ മെയിൻ ഡാട്ടിൽ നിന്നുള്ള അകലം കൊടുക്കണം. ഒരു 2 ഇഞ്ച് അകലം അവിടെയും വരുന്നുണ്ട്. ആ അകലം അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തേക്കും. മറ്റേ ഡാട്ട് കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ഡാട്ടിന് അടയാളപ്പെടുത്തി അതേ രീതിയിൽ തന്നെയാണ്. കണ്ടില്ലേ, ആ ഡാട്ടിൻ്റെ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതായത് നമ്മൾ ആ നൂല് വെച്ച് ഉയർത്തി ഇങ്ങനെ എടുക്കുന്ന ആ മെയിൻ അങ്ങനെ അവിടെ 1/4 ഇഞ്ച് കൊടുത്തിട്ട് അവിടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതേപോലെ കണ്ടില്ലേ, 2 പാർട്ടിലും അതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഈ പാർട്ടിലും അതേപോലെ നമുക്കങ്ങ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കട്ടിങ് വെട്ടിയെടുക്കണം. കണ്ടല്ലോ, 2 ഭാഗങ്ങൾ ഇതേപോലെ തയ്ച്ചെടുത്തു. അങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്കത് 2 ഒപ്പത്തിനൊക്കെ വെച്ചിട്ട് നോക്കണം കറക്റ്റ് ലെവലാണോ എന്നൊക്കെ. കണ്ടില്ലേ, ഏത് ഭാഗവും അതെ, നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഒപ്പത്തിലൊക്കെ ഒന്ന് വെച്ച് നോക്കുക, 2 ഒരേപോലെയാണോ എന്നുള്ളത്. ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളത് ക്ലിയർ ചെയ്ത് ശരിയാക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേന് അത് അല്ല, ഒരെണ്ണം കൂടുതൽ ഒരെണ്ണം കുറവ് അങ്ങനെയൊക്കെ ആയിരിക്കും. 2 ഒരേപോലെയാണല്ലോ വേണ്ടത്. ഇനി നമുക്ക് ഈ മെയിൻ ഡാട്ടുണ്ടല്ലോ, മെയിൻ ഡാട്ടിൻ്റെ ആ ഭാഗം ഇപ്പം വീഡിയോ കാണിക്കുന്ന അടിഭാഗം ഒന്ന് ഉള്ളിലോട്ടാക്കി മടക്കി നമുക്ക് അത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേ 2 എണ്ണത്തിലും അതേപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇത് രണ്ടും നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടുന്നത് കട്ടിങ് ഭാഗമാണ്. അതിനായിട്ട് നമുക്ക് ബാക്ക് പാർട്ട് നിവർത്തിയിടണം. നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു വശം വെച്ച് കൊടുക്കാം. ബാക്ക് പാർട്ട് നമ്മൾ അഴുക്ക വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ബാക്ക് പാർട്ട് ഇടാൻ. അതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ അഴുക്ക വശം ആ ഉള്ളിലോട്ടാക്കി വേണം വയ്ക്കാൻ. കാരണം വീഡിയോ കാണിക്കുന്നുണ്ടല്ലേ ആ രീതിയിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം മുകളിൽ വരും. അതായത് അഴുക്ക് വശവും തമ്മിൽ ഒരേപോലെ ചേർത്ത് വയ്ക്കുക. ബാക്ക് പാർട്ടിൻ്റെ അഴുക്ക് വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ അഴുക്ക് വശവും ഒരേപോലെ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഷോൾഡർ, കൈക്കുഴിയുടെ അവിടം ഇതെല്ലാം കറക്റ്റായിട്ട് ആ ബാക്ക് പാർട്ടിൻ്റെ അളവിൻ്റെ അതേ രീതിയിൽ തന്നെ ഫ്രണ്ട് പാർട്ടും വയ്ക്കുക. എന്നിട്ടൊരു പിന്ന് വെച്ച് നമുക്ക് ഇവിടെ ഒരു പിന്ന് വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ആ ഷോൾഡർ ഭാഗത്ത് ഒരു പിന്ന് കുത്തി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ കട്ടിങ്ങിൻ്റെ ഭാഗം എടുത്തിട്ട് നമ്മൾ ആ ബാക്ക് പാർട്ടിൽ കറക്റ്റ് ലെവലാക്കി വയ്ക്കുക. അടിഭാഗം കറക്റ്റ് ലെവലാക്കി വയ്ക്കും. ബാക്ക് പാർട്ടിൻ്റെ അടിഭാഗവും നമ്മൾ വെച്ചിരിക്കുന്ന തുണിയുടെ അടിഭാഗവും കറക്റ്റ് ലെവലായിരിക്കണം. അതിനുശേഷം ആ ഫ്രണ്ട് പാർട്ട് എടുത്ത് മുകളിലേക്ക് ഇടുക. മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് ആ രീതി തന്നെയാണ്. അതിന് ശേഷം നമുക്ക് ആ ജോയിൻ്റ് എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് ഒരേ ലെവലാക്കി പിടിക്കുക. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരേ ലെവലാക്കി വെച്ചതിന് ശേഷം ഒരു പിന്ന് അവിടെയും കൂടെ കുത്തി കൊടുക്കണം. അത് തുണി വെച്ചതിന് ശേഷമാണ് അവിടെ ഒന്ന് കുത്തി കൊടുക്കുക. അന്നേരം കറക്റ്റായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ട് നിവർത്തിയിടുന്നു. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് നിവർത്തിയിടുന്നു. അഴുക്ക് വശം ഒരേപോലെ ആക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഷോൾഡർ ഭാഗം ജോയിൻറ്റ് പിന്ന് കുത്തി സെക്യൂർ ആക്കുന്നു. അതിന് ശേഷം ഇതേപോലെ ഈ ഒരു തുണി വെച്ച് ഇതിൻ്റെ അടിഭാഗം കറക്റ്റ് ലെവലാക്കുക. അത് കഴിഞ്ഞ് ഈ ഫ്രണ്ട് പാർട്ട് എടുത്ത് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേ രീതിയിൽ കറക്റ്റ് ലെവലാക്കുക. കൈക്കുഴിയുടെ അവിടെയും നമ്മൾ ഒരേ ലെവലിൽ പിന്ന് വെച്ചൊന്ന് കുത്തി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതേപോലെ വരച്ചെടുത്ത ഭാഗം വരച്ചെടുത്ത ആ തുണി എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ആ മെയിൻ പാർട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു. അത് നമ്മുടെ ആ ഓപ്പൺ ഭാഗം വരുന്നിടത്ത്, അതായത് നമ്മൾ ഹൂക്കുപടി കൈപ്പടി വരുന്ന ആ ഭാഗത്തേക്ക് വരുന്ന ആ ഭാഗമാണ് അത്. അതിന് വേണ്ടിയാണ് അത് അടയാളപ്പെടുത്തുക. നമുക്ക് അത് അവിടെ അറിയണം. അതിന് വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വീതം ചുറ്റിനും കൊടുക്കണം. വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ചുറ്റും കൊടുത്ത് വരച്ച് അവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടല്ലോ, അത്രയും ഭാഗവും അതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തെടുത്തു. അതിന് ശേഷം നമുക്ക് അതെല്ലാം കട്ട് ചെയ്തെടുക്കാം. മുകളിൽ തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ഭാഗം കൂടെ നമുക്കതിൽ വേണം. അത് നമുക്ക് തുണി തികയത്തില്ലെങ്കിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തിനും കിട്ടുമെന്നുണ്ടെങ്കിൽ ആ തുണി തന്നെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് ഈ 2 പീസിനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 പീസ് എന്തായാലും കറക്റ്റ് വേണം. കാരണം 2 ഭാഗത്തും വെക്കേണ്ടി വരും. ഫ്രണ്ടിൽ വരേണ്ടത് ഈ 2 ഭാഗങ്ങൾ വരും. അങ്ങനെ 2 എണ്ണത്തിന് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മെയിൻ പീസ് വെച്ച്
അത് ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ 2 ഭാഗത്തെയും കറക്റ്റ് അളവ് ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. കാരണം ഏറ്റക്കുറച്ചിലോ കൂടിപ്പോവുകയൊന്നും ചെയ്യരുത്. കാരണം ഈ 2 എണ്ണം നമ്മുടെ മെയിൻ പാർട്ടുകളാണ്. അതിനുശേഷം നമുക്ക് തുണി വെച്ചിട്ട് വേറെ അഴുക്ക തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു 4 പീസ് അതും കൂടെ വേണം. മൊത്തത്തിൽ 6 പീസാണ് നമ്മൾ എടുക്കുന്നത് ഇതിൽ. അങ്ങനെ ആ 4 പീസ് കട്ട് ചെയ്യുന്ന അഴുക്ക തുണിയിലേക്ക് കട്ട് ചെയ്യുന്നത് അത് ഉള്ളിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതിലിച്ചിരി കൂടിപ്പോയാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മൾ ഇതെല്ലാം വെച്ച് തയ്ച്ച് എടുത്ത് വരുമ്പോഴത്തേന് ആ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അളവാണ് ഈ കറക്റ്റ് 2 എണ്ണം. ഇത് രണ്ടും കറക്റ്റ് ഇതേപോലെ വേണം. ഇങ്ങനെയാണ് വരുന്നത്. ഉടുപ്പിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇതേ രീതിയിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരഴുക്ക തുണി എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കി 4 പീസ് കൂടെ എടുത്തതിന് ശേഷം അങ്ങനെ ടോട്ടൽ 6 പീസ് വരും. അവിടെ എല്ലാം ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക ആ ഭാഗങ്ങൾ. കാരണം അതെല്ലാം ഓപ്പൺ ഭാഗത്ത് വരുന്ന ഭാഗമാണ്. കാരണം അത് നമുക്ക് കറക്റ്റ് അളവ് അവിടുത്തെ അത് അറിഞ്ഞിരിക്കണം. അതിനാണ്. എന്നിട്ട് നമ്മൾ മെയിൻ പീസ് 2 ഇതേപോലെ മുഖത്തോട് മുഖം വെച്ചു. അതിനുശേഷം നമ്മൾ വെക്കേണ്ടുന്ന രീതിയിൽ, അതായത് അടിഭാഗത്ത് ഏറ്റവും അടിഭാഗത്ത് നമ്മുടെ അഴുക്ക തുണി വെച്ചു. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് മെയിൻ തുണി വെച്ചു. അതിൻ്റെ മേളിലും ഒരു അഴുക്ക തുണി വയ്ക്കുക. ഒരു ഭാഗത്ത് അങ്ങനെ വരണം. അതേപോലെ തന്നെയാണ് മറുഭാഗത്തും വരേണ്ടത്. അടിഭാഗത്ത് ഒരു അഴുക്ക തുണി വെച്ചു. മേളിൽ ഇതേപോലെ ഒരു മെയിൻ തുണി വെച്ച് നടുക്കായിട്ട് മെയിൻ തുണി വരണം. കണ്ടോ? ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ആ വരച്ചു കൊടുത്തത് ഒരേ ലെവലിലും മുഖത്തോട് മുഖം വരത്തക്ക രീതിയിൽ വേണം വരാൻ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ താഴേക്ക് തയ്ച്ചു കൊടുക്കുക. 2 ഭാഗങ്ങൾ അതേപോലെ തയ്ച്ചെടുക്കാം. കണ്ടല്ലോ? മറുഭാഗം ഇതേപോലെ നമ്മളെടുത്ത് 1/4 ഇഞ്ചിൻ്റെ രീതിയിൽ തയ്ച്ചെടുക്കുകയാണ്. തയ്ക്കാനുള്ള നമ്മുടെ ആ ഒരു സൗകര്യം അനുസരിച്ചാണ് അത് കമഴ്ത്തി വെച്ച് തയ്ച്ചെടുത്തത്. അപ്പോൾ കണ്ടില്ല? കറക്റ്റായിട്ട് ഒരേ ലെവലിൽ വെച്ചു. ഇനി ഇങ്ങനെ നമ്മൾ അടിച്ചു മറിക്കാനുള്ള ആ ഒരു പീസാണത്. അതിങ്ങനെ കറക്റ്റാക്കി എടുത്ത് വയ്ക്കുക. കണ്ടല്ലോ? അതിങ്ങനെ അടിച്ചു മറിക്കാനാണ്, ഉള്ളിലോട്ട് പോകേണ്ടതാണ്. അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ലെവലാക്കി വെച്ച് കറക്റ്റാക്കി വെച്ച് കൈ കൊണ്ടൊന്ന് പതിച്ച് കൊടുത്തതിന് ശേഷം അവിടെ അതിൻ്റെ ആ മേൽക്കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ അഴുക്ക തുണിയെ കൂടാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ ഈ പാർട്ടും അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഡൗട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചൊന്ന് നോക്കണം. അപ്പോൾ ആ വരച്ചേക്കുന്നത് തമ്മിൽ ഒരേപോലെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അഴുക്ക തുണിയെ കൂടെ വരച്ചെടുക്കാം. കണ്ടല്ലോ? എന്നിട്ട് നമുക്ക് അതിങ്ങനെ മറിച്ച് അകത്ത് ഇട്ടതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചു കൊടുക്കണം. വീഡിയോ കാണിക്കുന്ന അതേ രീതി തന്നെയാണ്. കണ്ട? അങ്ങനെ ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ചുറ്റിനും 3 ഭാഗങ്ങളും ഒന്ന് തയ്ച്ചെടുക്കാം.
കണ്ടില്ലേ, ആ കാണിക്കുന്ന അതേ രീതിയിലൊന്ന് തയ്ച്ചെടുക്കാം. അടിഭാഗമാണ് നമ്മളിപ്പോൾ തയ്ച്ച് അങ്ങ് എടുത്തത്. ഇനി ബാക്കി ഭാഗങ്ങൾ ഇതേപോലെ വെച്ചതിന് ശേഷം അങ്ങ് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് അധികം വന്നേക്കുന്ന ആ തുണികളെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം. ആ ഫ്രണ്ട് പാർട്ടിലാണ് നമ്മൾ കറക്റ്റ് അളവ് കട്ട് ചെയ്തെടുത്തത്. കണ്ടില്ലേ, അഴുക്ക തുണിയിൽ അധികം വന്നിരിക്കുന്നത് അതാണ്. ഇത്തിരി കൂടെ കൂടുതൽ എടുത്താലും നമുക്കത് കട്ട് ചെയ്ത് കളയാം ലാസ്റ്റ്. ഉണ്ടല്ലോ, എല്ലാം ലെവലാക്കിയൊക്കെ എടുത്തു. അതേപോലെ തന്നെയാണ് ആ മറ്റു പാർട്ടും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കാം. അഴുക്ക് ഇതെല്ലാം എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞ് നൂലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒപ്പത്തിന് വെച്ച് നോക്കാം. വെച്ചിട്ട് ഇപ്പം നമ്മൾ കറക്റ്റ് ഒരേ അളവിൽ തന്നെയാണ് രണ്ടും കട്ട് ചെയ്തെടുത്തത്. എങ്കിലും തയ്ച്ച് വരുമ്പോൾ ഒരല്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതെല്ലാം ഒരേ ലെവലാക്കി വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. ബാക്കി അധികം കിടക്കുന്നതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഒരുപാടൊന്നും വരത്തില്ല, ഒരു ശകലം. അതൊക്കെ അങ്ങനെ ക്ലിയർ ചെയ്തൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഏത് തുണിയും തയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. കണ്ടല്ലോ, രണ്ടും ഒരേ ലെവലിൽ ഒരേപോലെ വന്നു. ഇനി ഇത് നമുക്ക് ഫ്രണ്ട് പാർട്ടിലൊക്കെ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൽ ഇതേ രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനാണ് ആ വരച്ചേക്കുന്നത്. ആ വരയ്ക്കുന്ന ഭാഗം നമുക്ക് കണ്ടോ, ഹൂക്കിൻ്റെ അല്ലെ ഓപ്പൺ ഭാഗത്തേക്ക് വരുന്ന കണ്ടോ, അതേ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിപ്പോൾ അഴുക്ക് നല്ല വശവും കൂടെ ചേർത്താണ് വെക്കേണ്ടത്. അഴുക്ക് വശം നമുക്കിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നല്ല വശവും കൂടെ ചേർത്ത് തയ്ക്കുക. തയ്ക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ ആ ഡാട്ടുണ്ടല്ലോ, ആ ഡാട്ട് നമുക്ക് ആ ഹൂക്ക് പടിയുടെ ഭാഗത്തിലേക്കാണ് വരാനുള്ളത്, വെളിയിലേക്കല്ല. ഹൂക്ക് പടി വരുന്ന ആ ഓപ്പൺ ഭാഗം വരുന്നിടമുണ്ടല്ലോ, ഹൂക്ക് പടി വരുന്ന ആ ഭാഗം, അവിടേക്കാണ് വെക്കേണ്ടത്. ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ട് അങ്ങ് മടക്കി അങ്ങ് ആ ഭാഗത്തേക്കാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് അതേപോലെ ഇരിക്കും. ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് അവിടെ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെയാണ് മറ്റു ഭാഗവും അതേ ലെവലിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പം ആ ഡാട്ട് ഇതേപോലെ ഒക്കെ വെച്ച് അങ്ങ് വെളിയിലോട്ടാക്കി വെക്കുക. വെളിയിലോട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ ഓപ്പൺ ഭാഗത്തേക്കാക്കി വെച്ച് നമ്മൾ അവിടെ നിന്ന് കറക്റ്റ് തയ്ച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് ആ തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യൽ തുമ്പ് താഴോട്ടാക്കി വെച്ചതിന് ശേഷം അതിൽ കൂടെ ഒന്ന് പതിച്ചു കൊടുക്കണം. അതിനു മുമ്പ് നമുക്കിങ്ങനെ ബാക്ക് പാർട്ട് നിവർത്തിയിടുക. അഴുക്ക് വശം കൂടെ ചേർത്ത് വെച്ചാണല്ലോ നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തത്, കട്ടിങ്ങിൻ്റെ തുണി കട്ട് ചെയ്തെടുത്തത്, അങ്ങനെയാണല്ലോ. അതേ ലെവലിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പം ഒരല്പം വ്യത്യാസം, ഇത് ഫ്രണ്ട് പാർട്ടിന് അല്പം കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരേ ലെവലല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം കയറിയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഒരല്പം കൂടെ ഇറക്കി തയ്ച്ചു കൊടുക്കണം. നമ്മൾ തയ്ച്ചതിനേക്കാളും
ഫ്രണ്ട് പാർട്ട് അല്പം കൂടെ ഇറക്കി തയ്ച്ചു കൊടുക്കണം. അഥവാ ഫ്രണ്ട് പാർട്ട് ഇറങ്ങിയാണ് നിൽക്കുന്നതെങ്കിൽ അല്പം കൂടെ ഒന്ന് കയറ്റി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്കറിയാമല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ നേരം എളുപ്പത്തിൽ അങ്ങ് വെട്ടിയെടുക്കാം. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഷോൾഡറിൻ്റെ അവിടെയും കൈക്കുഴിയുടെ അവിടെയും ആ രണ്ട് ഭാഗവും ഒരേ ലെവലാണോ എന്ന് നോക്കുക. അതിനുശേഷം അടിഭാഗം നോക്കുക. അടിഭാഗത്തേക്ക് ഒരേ ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. എന്നിട്ട് നമുക്കത് പതിച്ച് കൊടുക്കണം, പതിച്ച് അടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ആ ഒരു സ്റ്റിച്ചേ അകത്തിട്ടിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പതിച്ചടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അതിനകത്ത് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കട്ടിങ്ങും ഫ്രണ്ട് പാർട്ടും കൂടെ ചേർത്തടിച്ച അവിടെ ഒരു സ്റ്റിച്ച് കൂടെ അങ്ങ് കൊടുത്താൽ മതി. കണ്ടില്ലേ അവിടെ. ഇതിപ്പം ഞാനിവിടെ ഇങ്ങനെ അതിൻ്റെ നല്ല വശത്തൂടെ ഇതേ രീതിയിലൊന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മറ്റേ ഭാഗങ്ങൾ നമ്മൾ ചെയ്തെടുത്തത്. വേണ്ട, ഈ പാർട്ട് നമുക്കതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് രണ്ട് ഒപ്പത്തിന് വെച്ച് നോക്കണം അത് കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് നമ്മൾ ആ കട്ടിങ് വെച്ച് കൊടുത്തെടുത്ത് ഒരു സ്കെയിൽ വെച്ച് കട്ടിങ്ങിൻ്റെ ആ ഫ്രണ്ട് പാർട്ട് ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ അവിടം ഒരു പോയിൻ്റ് മതി, അല്ലാതെ ഒരുപാട് അവിടെ വെട്ടിക്കൊടുക്കരുത്. ഒരല്പം ഒരു പോയിൻ്റ് ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കൂടെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. മധ്യത്തിലൊന്നും വരത്തില്ല. നമ്മുടെ ആ കട്ടിങ്ങിൻ്റെ അവിടെ താഴ്ഭാഗത്ത് കട്ടിങ് ചേർത്തെടുത്തും ആ കഴുത്തിൻ്റെ അവിടെ ഒരു പോയിൻറ്റോളം അത് മതി. അതേപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി ഒരേ ലെവലാണോ എന്ന് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പോഴത്തേനും കറക്റ്റ് ലെവലായി. ഇപ്പോൾ കറക്റ്റ് ലെവലാണ്. നിങ്ങൾക്ക് അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെവലാക്കി കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പടിയും കൂടെ വെച്ചതിന് ശേഷം നോക്കുക. നോക്കി കഴിയുമ്പോഴാണ് കറക്റ്റ് അറിയുന്നത്. അപ്പോൾ ഹൂക്കുപടി അരിപ്പടി അത് രണ്ടും വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ രണ്ട് പാർട്ട് കമഴ്ത്തിയാണ് ഇട്ടേക്കുന്നത്. അതായത് നല്ല വശം മുകളിലാക്കിയാണ് രണ്ടും ഇട്ടേക്കുന്നത്. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ വലത് സൈഡിലിരിക്കുന്നതിലാണ്, ഇപ്പോൾ ഇടത് സൈഡ് വെച്ചിരിക്കുന്നതിൽ നമുക്ക് ഹൂക്ക് വെക്കാനുള്ള ഭാഗം വലത് സൈഡിലാണ് നമ്മുടെ അരിപ്പടി വരുന്നത്. അതായത് ഹൂക്ക് ഇടുന്ന ആ സംഭവം വരുന്നത്. അത് നമുക്ക് നല്ല അഴുക്ക വശത്തു നിന്ന് വെളിയിലോട്ടേ വരുവുള്ളൂ ആ തയ്യൽ. അപ്പം നമുക്ക് ആദ്യം ഹൂക്ക് വെക്കുന്ന ആ പാർട്ടിലേക്ക് തയ്ക്കുക. അതിൽ 1.5 ഇഞ്ചിൻ്റെ ഒരു പടിയും അരി വെക്കുന്നിടത്ത് 2.5 ഇഞ്ചിൻ്റെ പടിയുമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ വലതുവശത്തിരിക്കുന്ന ആ ഭാഗത്തിന് നമുക്ക് 2.5 ഇഞ്ചിൻ്റെ പടിയും ഇടത് കൈയുടെ ആ ഭാഗത്തിരിക്കുന്നതിന് 1.5 ഇഞ്ചിൻ്റെ പടിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതേപോലെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് എല്ലാം അതേ രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നാലും ഇതിൻ്റെ ഈ പീസ് നമ്മൾ അകത്ത് പോകുന്നതാണ്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആ ഇടത് ഭാഗത്തിരുന്ന പീസാണ്. അപ്പോൾ അത് ഉള്ളിലോട്ട് പോകും. നമ്മുടെ ഹൂക്കാണ് അവിടെ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു.
എന്നിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് അവിടെ എല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. താഴോട്ട് കിടക്കണം ആ തുമ്പ്. അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആ തയ്യൽ തുമ്പ് വെളിയിലോട്ടാക്കി വെച്ചുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അത് കറക്റ്റ് ഒരു അര ഇഞ്ച് മതി. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ താഴെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇതേപോലെ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് മടക്കി അകത്തോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് പകുതി മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയും കൂടെ മടക്കി ഉള്ളിലോട്ടാക്കി മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ കുത്തി കൊടുത്താൽ നമ്മൾ കറക്റ്റായിട്ടിരിക്കും. ഇവിടെ ഞാൻ ഇതേപോലെ ഇങ്ങനെ മടക്കി കൈ വെച്ച് പ്രസ് ചെയ്ത് കറക്റ്റാക്കി എടുത്തു. ഇനി അവിടെ കണ്ടില്ലേ, ആ ഭാഗത്ത് ഒന്ന് തയ്ച്ചതിന് ശേഷം മുകളിലോട്ട് ബാക്കി ഭാഗങ്ങളങ്ങ് തയ്ച്ചെടുക്കാം. ഉണ്ട്, അത് കറക്റ്റ് ആ ലെവലിൽ തന്നെ തയ്ച്ച് മുകളിലോട്ട് വന്നു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നൂലൊക്കെ കട്ട് ചെയ്ത് എടുക്കാം. ആ കഴുത്തിൻ്റെ അവിടെ എപ്പോഴും നമ്മൾ തയ്ക്കുമ്പോൾ കുറച്ച് ഭാഗം ടോപ്പിലോട്ട് ഇട്ടതിന് ശേഷം വേണം തയ്ച്ചെടുക്കാൻ. കാരണം ബാക്കി വരുമ്പോൾ നമുക്കത് കറക്റ്റ് ലെവലാക്കി കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ അതേ ആ ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറഞ്ഞ് താഴോട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് വൃത്തികേടായിരിക്കും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ അരിപ്പടി വയ്ക്കുന്ന ഭാഗമാണേ. അതിപ്പോൾ നമുക്ക് ഇതുപോലെ അഴുക്ക് വശം മുകളിലാക്കിയേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ആ പടി നമ്മളവിടെ വെച്ച് കൊടുത്തു. അവിടെ ആണെങ്കിൽ നല്ല അഴുക്ക വശത്തേക്ക് ആ നല്ല പീസാണ് വെച്ച് കൊടുക്കേണ്ടത്, നല്ല ഭാഗം. അപ്പോൾ അത് തയ്ച്ച് അടിച്ച് മറിക്കുമ്പം മറു സൈഡിലേക്ക് അത് നല്ല ഭാഗമായിട്ട് വരും. കണ്ടല്ലോ, ഇപ്പം നമ്മൾ ആ വലതുവശത്തിരുന്ന പീസാണ്, അതിൻ്റെ അഴുക്ക വശമാണ് നമ്മൾ നിവർത്തിയിട്ടിരിക്കുന്നത്. അവിടത്തിലേക്ക് നല്ല വശം വെച്ച് കൊടുത്തു. ആ പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തു. അതിന് ശേഷം അവിടുന്ന് നമ്മൾ 4 ഇഞ്ച് വ്യത്യാസത്തിൽ തയ്ച്ചെടുത്തു. ഇനി അതും ഇതുപോലെ തന്നെ നമുക്ക് ആ തയ്യൽ തുമ്പൊക്കെ വെളിയിലോട്ട് വെച്ച് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് നല്ല വശത്തേക്ക് തിരിച്ചിടാം. ഉണ്ട്, അതും അതുപോലെ തന്നെ മടക്കി അകത്തോട്ട് വെച്ചു. എന്നിട്ട് അവിടെ ഒരു 4 ഇഞ്ച് വ്യത്യാസമേ കൊടുക്കുകയുള്ളൂ. ഇത് 2.5 ഇഞ്ചിൻ്റെ പടിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ച് കൊടുത്തു. അതിന് ശേഷം മടക്കി നമ്മൾ ആ പതിച്ചടിച്ച് ആ ഒരു സ്റ്റിച്ച് വരുന്നിടം ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് വരുന്ന അവിടെ വരെ നമ്മൾ, അതായത് ആ ജോയിൻ്റ് വന്ന ആ അവിടം വരെ വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു 4 ഇഞ്ച് മടക്കിയിട്ട് കറക്റ്റ് ലെവലിലാക്കി ആ സ്റ്റിച്ചിൻ്റെ അവിടെ കൂടെ അങ്ങ് വെച്ചിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കണം.
ഇവിടെയാണ് നമ്മൾ നമ്മുടെ അരിപ്പടി വെക്കുന്നത്. ഇനി നമുക്ക് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. എത്ര ഹൂക്കിൻ്റെ ആ ഒരു കൈയാണ് അവിടെ വേണ്ടതെന്നുള്ളത് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ താഴ്ഭാഗവും അതേപോലെ മുകൾ ഭാഗത്തും ഒന്ന് അടയാളപ്പെടുത്തി. മുകൾ ഭാഗത്താകുമ്പോൾ ആ കഴുത്തിൻ്റെ ലെവലിൽ കറക്റ്റ് ലെവലാക്കി നമ്മളവിടെ അങ്ങ് വരച്ചു കൊടുത്തു. കാരണം പടി ഇച്ചിരി മുകളിലോട്ട് നിർത്തിയിട്ടുണ്ടല്ലോ അവിടെ. എപ്പോഴും ആ കഴുത്തിൻ്റെ അവിടെ പടി നമ്മളവിടെ കട്ട് ചെയ്ത് കളയുന്നതാണ് എങ്കിലും നമ്മൾ വെച്ച് തയ്ക്കുമ്പോൾ അത് ഇത്തിരി മുകളിലോട്ടാക്കി വെക്കണം. എന്നാലേ അത് ലാസ്റ്റ് കറക്റ്റ് ലെവലിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അവിടെ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് കോണ് പോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അവിടെ. അപ്പോൾ അവിടെ നമുക്കൊരു ഹൂക്കിൻ്റെ ഇത് വരുന്നതാണ്. ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ കഴുത്തിൻ്റെ അവിടെ നിന്ന് 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം, അതായത് 1/4 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ ക്രോസ് പീസ് അവിടെ വെച്ച് തയ്ക്കുന്നതാണ്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഓരോന്നും ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ 2 ഇഞ്ച് വ്യത്യാസത്തിൽ ഒരു 3 അരിയും കൂടെ അവിടെ വരച്ചു കൊടുക്കാം. അത് കറക്റ്റ് വെച്ച് നോക്കുമ്പോഴേ അറിയാം ഓരോ പടിയും നമുക്ക് അവിടെ എത്ര നീളമുണ്ടോ അതനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാൻ 2 ഇഞ്ചിൻ്റെ വ്യത്യാസം താഴെയും ഏറ്റവും ടോപ്പിലും തയ്ച്ചതിന് ശേഷം അവളിൻ്റെ ഇടയ്ക്ക് 3 എണ്ണം കൂടെ വേണം. അതിനാണ് ഇപ്പോൾ 2 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ വരച്ചേക്കുന്നത്. അതിപ്പോൾ അങ്ങ് വരയ്ക്കണമെന്നൊന്നുമില്ല, നമുക്കൊരു അകലം കറക്റ്റ് ലെവലാക്കി ഒന്ന് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം അവിടെ നിന്ന് ഇതേപോലെ വന്നു, അതിനുശേഷം മുകളിലേക്ക് വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഉണ്ട് ഏറ്റവും അടിഭാഗത്തു നിന്ന് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് വരണം. അവിടെ വരെ വന്നു, ആ അറ്റത്ത് വരെ വന്നു. അതിനുശേഷം അവിടുന്ന് ക്രോസ് ആയിട്ട് തയ്ക്കണം. അതേപോലെ തന്നെ എല്ലാ ഭാഗവും നമുക്ക് തയ്ച്ചെടുക്കാം. ഇല്ലേ, അവിടെ വന്ന് സൂചി കുത്തി നിർത്തുക. അതിനുശേഷം മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ച് കൊടുത്തല്ലോ അവിടെ വരെ വന്നിട്ട് അവിടെ കുത്തി നിർത്തിക്കൊണ്ട് സൂചി പതിയെ നമ്മൾ കോണ് പോലെ വരച്ചെടുത്തോട്ട് കൊണ്ടുപോയിക്കുക. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച്
പിന്നെയും ഫ്രണ്ടിലോട്ട് വരിക. എന്നിട്ട് അവിടുന്ന് മേളിലേക്ക് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് അവസാനം വരെയും ചെയ്തെടുക്കാം. ഏറ്റവും അവസാന ഭാഗം നമ്മൾ തയ്ക്കുന്ന അവിടെ വരുമ്പോഴത്തേനും അവിടെ ഇതുപോലെ കുത്തി നിർത്തി മുകളിലോട്ട് അങ്ങ് ആ പടി അതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി. മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ആ കഴുത്തൊക്കെ കറക്റ്റ് ഒന്ന് ലെവലാക്കി കഴുത്തിൻ്റെ അതേ രീതിയിൽ നമുക്ക് ആ പടി മുകളിലോട്ട് കിടക്കുന്നില്ലേ, ആ പടി അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? ഇപ്പം അത് പടി നമുക്ക് മുകളിലോട്ട് ഇട്ടിരിക്കുകയാണ്. ആ ഭാഗം ഇപ്പം കറക്റ്റ് നമ്മൾ ആ കഴുത്തൊന്ന് ലെവലാക്കി കൊടുക്കാം. കണ്ടില്ലേ? അത് ലെവലാക്കി എടുത്തു. അതിനുശേഷം നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ആ കോണ് പോലെ അവിടെ തയ്ച്ചെടുത്തേക്കുന്നത് ഹൂക്കിടാൻ വേണ്ടി. അപ്പോഴത്തേനും അവിടെ ആ 1/4 ഇഞ്ച് കൊടുത്തേക്കുന്നതാണ് അത് നമുക്ക് ക്രോസ് പീസ് വെച്ച് അടിക്കാൻ വേണ്ടിയുള്ള ഭാഗമാണ്. അതേപോലെ തന്നെ മറുഭാഗവും എടുക്കുക. കഴുത്ത് ഒക്കെ കറക്റ്റാക്കി ലെവലാക്കി വെച്ച് ഇനി നമ്മളിത് ഒന്നുകൂടെ ഒപ്പം വെച്ച് നോക്കണം കറക്റ്റ് അളവാണോ എന്ന്. ഇങ്ങനെ ഈ ഭാഗം കറക്റ്റായിട്ട് ഈ പടിയും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ ലെവലാക്കാനുള്ളത് ലെവലാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഇനി അടിച്ചങ്ങ് മറിക്കുകയാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മളിതെല്ലാം കറക്റ്റ് ലെവലാക്കി ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുക. അവിടെ നിന്ന് ഒരുപാട് കയറ്റി അടിക്കരുത്. കഴുത്തിൻ്റെ ആ ഭാഗത്തോട്ട് എത്ര ഒരു ശകലമൊക്കെ കൂടി വന്നേക്കുന്ന അതനുസരിച്ച് മാത്രമേ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ ഉള്ളൂ. കണ്ടില്ലേ? അതേപോലെ തന്നെ. അല്ലാതെ നമ്മൾ ആ കഴുത്തിൻ്റെ അങ്ങോട്ട് ഒരുപാട് അങ്ങ് കയറി പോകരുത്. ഒന്ന് ലെവലാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്യണം. കണ്ടില്ല? പടിയെല്ലാം കറക്റ്റായിട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാം കറക്റ്റ് ഒരേ ലെവലായിരിക്കും. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുത്ത് നിവർത്തിയിടുക. നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഫ്രണ്ട് പാർട്ട് വയ്ക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. അഴുക്ക് വശം അടിയിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതായത് നല്ല വശം മുകളിൽ വയ്ക്കുക. നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കുക. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് ലെവലാക്കി വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ 2 പീസും അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ തയ്ച്ചെടുക്കണം. ഞാനിവിടെ അടയാളപ്പെടുത്തി വരച്ച് കാണിച്ചു തരാം. ഷോൾഡർ കറക്റ്റ് ഒരേ ലെവലാക്കി വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കവിടെ ഒന്ന് വരച്ച് കൊടുക്കണം. കൊടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉണ്ടല്ലേ? ഇതേപോലെ ഒരു 1/2 ഇഞ്ച്. ഇങ്ങനെ അടയാളപ്പെടുത്തുന്നതൊക്കെ ഞാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ഒരുപാട് തയ്ച്ചൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കൊന്നും വേണ്ട.
മറു സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി ആ ഭാഗം നമുക്കങ്ങോട്ട് തയ്ച്ചു കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് വേണം കൊടുക്കാൻ. രണ്ടിടത്തും ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് തയ്ച്ച് എടുക്കണം. കണ്ടില്ലേ, അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് ജോയിൻറ്റ് ചെയ്യുന്ന ആ ഷോൾഡറിൻ്റെ അവിടെ കണ്ടില്ലേ, ഒരല്പം വ്യത്യാസം വെളിയിലോട്ട് തയ്യൽ തുമ്പ് പോലെ വന്നേക്കുന്നു. ആ ഭാഗം മാത്രം ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കണം. ക്രോസ് കട്ട് ആയതുകൊണ്ട് ആ ഫ്രണ്ട് പാർട്ടിൽ ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ആ കൈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുത്ത് അവിടെ നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു കുറച്ച് ഭാഗം മാത്രം ഒന്ന് ലെവലാക്കി അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി അവിടെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. അതേപോലെ തന്നെ രണ്ട് ഭാഗങ്ങളും അങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ സ്ട്രിപ്പ് എത്രയാണെന്ന് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമുക്കവിടെ സ്ലീവ് വെച്ച് ജോയിൻറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇതിൽ ക്രോസ് പീസ് ചെയ്യണം നെക്കിൻ്റെ അവിടെ. അപ്പം നമുക്ക് അതിനായിട്ട് തുണി തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം കണ്ടില്ലേ, ആ ഫ്രണ്ട് പീസ് അവിടെ നിന്ന് കാണിക്കുന്ന അവിടെ നിന്ന് ചുറ്റിന് ഇതേപോലെ ക്രോസ് പീസ് വെച്ച് റൗണ്ട് ചുറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ക്രോസ് പീസ് എടുക്കാം. ഇവിടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്ന ആ രീതിയിൽ തന്നെ വെച്ച് കൊടുത്ത് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും ക്രോസ് പീസ് വെക്കുമ്പോഴത്തേന് നമുക്ക് തയ്യൽ ഒരു അര ഇഞ്ച് വെളിയിലോട്ട് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അര ഇഞ്ച് ഇടുവോ അല്ലെങ്കിൽ അവിടെ നിന്ന് മടക്കി, ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ മടക്കി അകത്തോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോഴത്തേന് നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടും. നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് പീസിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. കൊടുത്തിട്ട് നമുക്കവിടെ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അഥവാ
മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ വരണം. അപ്പം നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് വരെ ആയിട്ടുണ്ട്. ഇനി ആ അറ്റത്ത് വരുന്ന ഭാഗവും നമുക്ക് ഇതേപോലെ മടക്കി ആദ്യം കാണിച്ച പോലെ തന്നെ അകത്തോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചുറ്റിനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ആ ചുറ്റുഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ അരികിൽ നിന്ന് ഇങ്ങനെ ചുറ്റിനൊന്ന് ചെറിയ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിലോ 1/4 ഇഞ്ച് വ്യത്യാസത്തിലോ ഒരു കട്ട് വീതം കൊടുക്കണം. അതായത് ഇത് മടക്കി ഇടുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് കൊടുക്കുമ്പോഴത്തേനും ആ തയ്ച്ച ആ തുമ്പിൽ കൊള്ളരുത്. തുമ്പിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ തയ്ച്ച ആ തയ്യലേ കൊള്ളരുത്. കൊണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ അഴിഞ്ഞു പോകും. അപ്പോൾ നമ്മളങ്ങനെ മൊത്തത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൈ കൊണ്ട് തയ്യൽ തുമ്പ് വെളിയിലോട്ടാക്കി വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മൊത്തം ഭാഗം ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെ പ്രസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തയ്ച്ചെടുക്കാൻ എളുപ്പത്തിനാണ്. എന്നിട്ട് അവിടെ നിന്ന് അതേ രീതിയിൽ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് പതിച്ചു കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ അവസാനം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനി ഇത് മടക്കി അകത്തോട്ടാക്കി നമ്മൾ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിനു മുമ്പ് ഹെമ്മിങ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് കൈ വെച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ സ്ട്രിപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ ഒരു 3 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ച് വന്നു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കണ്ടില്ലേ, അതേപോലെ വരും. അങ്ങനെ നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കുക. ഈ സ്ലീവിൽ ജോയിൻറ്റ് വന്നിട്ടുണ്ട്. തുണി തികയാത്തതുകൊണ്ട് ഞാൻ ജോയിൻറ്റ് ചെയ്താണ്. അതായത് തയ്യൽ തുമ്പ് വരേണ്ട ഭാഗത്തേക്ക് അല്പം തുണി ജോയിൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കറക്റ്റ് നടുക്കായിട്ട്. ആ കട്ട് ഭാഗം നമ്മളുടെ ആ ഷോൾഡർ ജോയിൻറ്റ് അടയാളപ്പെടുത്തിയ അതിൽ കറക്റ്റ് ലെവലാക്കി വെക്കുക. വെച്ചതിന് ശേഷം അപ്പം മധ്യഭാഗമാണല്ലോ, ആ മധ്യഭാഗത്തുനിന്ന് കെട്ടിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. അതിന് ശേഷം തിരിച്ചും സ്റ്റിച്ച് ചെയ്ത് ആ മധ്യഭാഗത്തുനിന്ന് അങ്ങ് അറ്റം വരെയും പോവുക. അതിനുശേഷം തിരിച്ച് വന്ന് ആ മധ്യഭാഗത്ത് വരെ നിർത്തുക. ഇതാണ് കൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ആദ്യം മധ്യഭാഗത്തു നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ അറ്റം വരെ വരിക. അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് മധ്യഭാഗത്ത് തന്നെ വരിക. മധ്യഭാഗത്ത് വന്നിട്ട് ആ അടുത്ത പീസ് കൂടെ അടുത്ത ആ ഭാഗം കൂടെ കറക്റ്റാക്കി വെച്ചുകൊണ്ട് 2 ഭാഗം ഒരുപോലെ ആക്കി വെച്ചുകൊണ്ട് ഇങ്ങറ്റം വരെയും തയ്ച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കറക്കി തയ്ച്ച് വരുമ്പോഴത്തേനും 2 സ്റ്റിച്ചും വരും, നമുക്ക് തയ്ച്ച് കഴിയും.
അതേപോലെ അരികു വരെ വന്നു, അറ്റം വരെ വന്നതിന് ശേഷം അവിടെ നിന്ന് പിന്നെയും ഒന്നുകൂടെ തിരിച്ച് ഇതേപോലെ തയ്ച്ചെടുക്കുകയാണേ. ഇനി നമുക്ക് ആ തയ്യൽ തുമ്പും അതും വെളിയിലോട്ടാക്കി താഴോട്ട് ഇതേപോലെ വരത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് കൈ കൊണ്ട് മേളിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. തയ്യൽ തുമ്പ് ആ താഴോട്ട് വെളിയിലോട്ട് വരത്തക്ക രീതിയിലാണ് തയ്യൽ തുമ്പ് ഇരിക്കുന്നത്. എന്നിട്ട് അവിടെ ഇതേപോലെ കറക്റ്റ് വെച്ചുകൊണ്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കണം. അതിപ്പം ഞാൻ ജോയിൻറ്റ് ചെയ്ത ആ ഭാഗമാണ്. തുണി തികയാതെ വന്നപ്പോൾ ജോയിൻറ്റ് ചെയ്ത അവിടെ ഉണ്ടല്ലോ ആ അധികം കിടക്കുന്ന പീസ് അതും കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇനി നമുക്കതിൻ്റെ ഇറക്കം എത്രയാണെന്ന് അളവുടുപ്പിൽ വെച്ച് നോക്കണം. അളവുടുപ്പിൽ നിന്ന് നോക്കിയതിന് ശേഷം ആ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ എത്രയാണോ ഇറക്കം ആ ഇറക്കമാണ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇത് 7.25 വന്നിട്ടുണ്ട്. കണ്ടോ, 7.25 അവിടെ വന്നിരിക്കുന്നത്. ആ 7.25 അവിടെ അടയാളപ്പെടുത്തിക്കുന്നത്. നിങ്ങൾക്ക് 8 ആണെങ്കിൽ 8 അടയാളപ്പെടുത്താം. അങ്ങനെ കറക്റ്റ് ആ മധ്യഭാഗത്ത് വെച്ചിട്ട് വേണം അടയാളപ്പെടുത്താൻ. എന്നാലേ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി ആ ഉടുപ്പിൻ്റെ അഴുക്ക് വശം തിരിച്ച് അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അകത്തോട്ട് മടക്കി തയ്ക്കണം. ഉണ്ടല്ലോ, ആ തയ്യൽ തുമ്പിലേക്ക് ഒന്ന് മടക്കി വെക്കും. ഇപ്പം നമ്മൾ ആ അടയാളപ്പെടുത്തി 7.25 വരെ അടയാളപ്പെടുത്തിയതിൻ്റെ ബാക്കി, അപ്പോൾ അത് നടു മടക്കി ആ അടയാളപ്പെടുത്തിയിടത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതൊന്ന് അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 7.25 നമ്മൾ അടയാളപ്പെടുത്തി, ആ അടയാളപ്പെടുത്തി എടുത്തോട്ട് ബാക്കി തയ്യൽ തുമ്പ് കിടക്കുന്നില്ലേ അത് ഒന്ന് മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്തു. അതിന് ശേഷം ഒന്നുകൂടെ മടക്കാം. ഒന്നുകൂടെ മടക്കിയിട്ട് അതിൻ്റെ മധ്യത്തിലൂടെ വലിയ കാണിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. അത് നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയാണ്. മധ്യഭാഗത്തൂടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് വലിയ കാണിയിട്ട് ചെയ്യണം, കാരണം നമുക്കത് അഴിച്ച് കളയാനുള്ളതാണ്. കണ്ടോ, ആ വിട്ട് കിടക്കുന്ന ആ ഉയർന്നിരിക്കുന്ന ആ ഭാഗം കണ്ടില്ലേ, ഇപ്പം കാണിച്ചതല്ല, അവിടെയാണ് ഹെമ്മിങ്. നമ്മൾ അതുപോലെ അതാണ് ഹെമ്മിങ് ചെയ്യുന്നത്. ഹെമ്മിങ് ചെയ്തിട്ട് ബാക്കി ഭാഗം നമ്മളത് അഴിച്ച് കളയും. ആ വലിയ കാണിയിട്ട് തയ്ച്ച ആ സ്റ്റിച്ച്. ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ കൈ തയ്ച്ചത്, കൈയുടെ 2 ഭാഗങ്ങളും കൂടെ 2 കൈ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും ഒപ്പം വെച്ചതിന് ശേഷം ഇത് കറക്റ്റ് ലെവലാണോ എന്ന് ഒന്ന് നോക്കണം. ഷോൾഡർ സ്ട്രിപ്പും ബാക്കി കൈ ഭാഗവും കൂടെ ഒന്ന് ലെവലാക്കണമെന്ന് കറക്റ്റ് നോക്കണം. അപ്പോൾ അത് കറക്റ്റ് ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ആദ്യം നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിടാം. അഴുക്ക് വശം മുകളിലാക്കി 2ആയിട്ട് മടക്കിയിട്ടു. മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അടിഭാഗത്തെ വണ്ണം അത് എത്രയാണെന്ന് അളവുടുപ്പിൽ നിന്ന് നോക്കിയിട്ട് അതവിടെ കൊടുക്കാം. അതിന് ശേഷം ചെസ്റ്റിൻ്റെ അളവും കൊടുക്കണം. അപ്പം ഇതേപോലെ തന്നെ ബാക്ക് പാർട്ട് എടുത്തു. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്താണ് എടുത്തേക്കുന്നത്. നല്ല വശത്ത്
ആ തയ്യൽ തുമ്പ് വന്നിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് വന്നേക്കുന്ന അവിടം വരെ കറക്റ്റ് വെച്ചു. ഉണ്ടോ, ബാക്ക് പാർട്ടാണ്. എന്നിട്ട് ആ ഫോൾഡ് വശം, ആ മുറിയാത്ത വശം നമ്മുടെ മെയിൻ തുണിയുടെ ഇപ്പോഴത്തെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തുണിയിൽ അതേപോലെ തന്നെ വെച്ചു. രണ്ട് ഭാഗങ്ങളും ഒരേ രീതിയിൽ വെച്ചു. ഓപ്പൺ ഭാഗത്തേക്കാണ് നമ്മൾ അടയാളം കൊടുക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ അത് കറക്റ്റ് കൊടുത്തു. ഇനി നമുക്ക് അവിടുന്ന് ചെസ്റ്റ് അളവ്, ഇവിടെ 10.4 പോയിൻറ്റുമാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് അളവ്. അതും അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അവിടെ വേണ്ടതെന്ന് വെച്ചാൽ അതവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ മറു സൈഡിലും അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ സെയിം തന്നെയാണ് ബാക്ക് സൈഡിലും ചെയ്യുക. ഇവിടെ ഇതേപോലെ 10.4 പോയിൻറ്റും അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം വേസ്റ്റിൻ്റെ അളവും അവിടെ അതേപോലെ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതേപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നേരെ തിരിച്ചിട്ട് ബാക്കും ഫ്രണ്ടും കൂടെ ചേർത്ത് നമുക്ക് വണ്ണം അടിക്കാൻ വേണ്ടി എടുക്കുന്ന രീതിയിൽ തന്നെ വയ്ക്കാം. ഉണ്ടല്ലേ? അപ്പം അതിൻ്റെ ഫ്രണ്ട് പാർട്ടും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ വേസ്റ്റ് ഭാഗം കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അത് ഈ ഹൂക്കുപടിയുടെ ആ ഭാഗത്തു നിന്നുള്ള വണ്ണമാണ് എടുക്കുന്നത്. കണ്ടോ, ഹൂക്കുപടി വെച്ചിരിക്കുന്ന അവിടുത്തെയാണ്. അപ്പോൾ ഇത് ഹൂക്കുപടിയുടെ ആ പാർട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ ഭാഗവും. അപ്പം നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. രണ്ടും ലെവലാക്കി. ഇനി അടുത്ത പീസിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ മറ്റേ പീസ് ഉണ്ടല്ലോ, അയിപ്പടി വരുന്ന ആ പീസ് ഇതേപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ ആ അയിപ്പടിയുടെ ഭാഗം വിട്ടതിന് ശേഷമാണ് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ആ ഹൂക്കുപടി വെച്ചാണ് ആ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഹൂക്കുപടി അളവുടുപ്പിൻ്റെ ഹൂക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് വെച്ച് തന്നെയാണ് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തുന്നത്. അത് ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെ വേണം അടയാളപ്പെടുത്താൻ. അതായത് ഈ അയിപ്പടി വന്നേക്കുന്ന ഭാഗം അത് അകത്തോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് വേണം ആ ഭാഗം ചെയ്യുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ. ഇനി ഇതെല്ലാം ഒപ്പത്തിനിട്ടതിന് ശേഷം ഫ്രണ്ടും ബാക്കും കൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ബാക്ക് പാർട്ടിൽ ആ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തിയതും ഫ്രണ്ടിലെ വേസ്റ്റ് അടയാളപ്പെടുത്തിയ ഭാഗവും ഒരേപോലെ ലെവലാക്കി കറക്റ്റാക്കി വെച്ചിട്ട് ഒരു പിന്ന് ഊത്തി കൊടുക്കണം. ഇത് ബാക്കും ഫ്രണ്ടുമാണ്. ബാക്കിൻ്റെ വേസ്റ്റ് ഭാഗവും ഫ്രണ്ടിൻ്റെ വേസ്റ്റ് ഭാഗവും, അതായത് അടിവണ്ണത്തിൻ്റെ ഭാഗം. അതേപോലെ ഇനി നമുക്ക് കയ്യുടെ ആ അടിഭാഗത്തെ വണ്ണം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ലായിരുന്നു, അതൊന്ന് കൊടുക്കണം. അതിവിടെ 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ അത്രയും വേണം അവിടെ കൊടുക്കാൻ. കണ്ടല്ലോ, 6 ഇഞ്ച്. ആ 6 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ആ ചെസ്റ്റ് അളവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരുപോലെ വെച്ചതിന് ശേഷം പിന്നെടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് വരുമ്പോൾ ആ കൈക്കുഴിയുടെ ഭാഗം വരുമ്പോഴത്തേനും അവിടുത്തെ ആ സ്റ്റിച്ച് ഒരുപോലെ കറക്റ്റ് ലെവലാക്കി വയ്ക്കുക. ബാക്ക് പാർട്ടിലെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ആ കൈക്കുഴിയുടെ ആ തയ്യൽ തുമ്പും എല്ലാം ഒരേ ലെവലാക്കി വെച്ചുകൊണ്ട് നമുക്ക് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 4 സ്റ്റിച്ച് അല്ലെങ്കിൽ ഒരു 3 സ്റ്റിച്ചെങ്കിലും ആ പ്രഷർ ഫൂട്ടിൻ്റെ വീതിയിൽ തയ്ച്ചെടുക്കാം.
അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുത്തു. അതിനുശേഷം അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒന്ന് ലെവലാക്കി ആ വണ്ണം ഒക്കെ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് കളയാം. അതുപോലെ മറ്റേ പീസും ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെ ഇതേപോലെ എല്ലാ ഭാഗവും അടയാളപ്പെടുത്തി 4 സ്റ്റിച്ചോളം കൊടുക്കണം. വണ്ണോ ഇതെല്ലാം കൂടെ 4 സ്റ്റിച്ചോളം കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഭാഗങ്ങളെല്ലാം ഇതുകൂടെ ആകുമ്പോൾ കഴിയും. പിന്നെ നമുക്കുള്ളത് കഴുത്തെല്ലാം ഹെമ്മിങ് ചെയ്യണം. ബാക്ക് പാർട്ട്, കൈ ഇവിടെയൊക്കെ ഹെമ്മിങ് ചെയ്ത് ഹൂക്കും വെക്കണം. കണ്ട് ഈ ഭാഗങ്ങൾ ഇതുപോലെ ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനിയിപ്പം നമുക്ക് കണ്ടല്ലോ, ഇനി കഴുത്ത് ഭാഗം ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് നമുക്ക് ഏറ്റവും അറ്റ ഭാഗം എടുത്തിട്ട് ഇതേപോലെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇതേപോലെ ഹെമ്മിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.